പത്രികയിൽ ഒരു പരാമർശം അതിപ്പോൾ വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റാണ്, നമ്മളും അതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് വളരെ ലിബറലായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വലിയ ഒച്ചത്തിലുണ്ടാക്കുന്ന വണ്ടി ബൈക്കിൻ്റെ സൗണ്ടൊക്കെ അതൊന്നും ജനം കോടതി അനുവദിക്കത്തില്ല. മുമ്പശത്ത് ഒരു ലൈറ്റും വയ്ക്കാൻ, വണ്ടിയിൽ ഒരു ലൈറ്റ് വെച്ചാൽ 5000 രൂപ വെച്ച് ഫൈൻ അടിക്കാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കാതിരിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഇല്ല ബസ്സിൽ ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മോഡിഫിക്കേഷനും രാഷ്ട്രീയവും ഇലക്ഷനും തമ്മിൽ എന്ത് ബന്ധം? ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ്, അത് സതീശൻ എങ്ങനെ മാറ്റും? ഇന്ത്യ ഗവൺമെൻറ് വെച്ചേക്കുന്ന മോട്ടോർ വാഹന നിയമം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാണ്. അതിൽ മോഡിഫിക്കേഷൻ അനുവദിക്കുന്ന ഹെഡ്ലൈറ്റ് മുമ്പിൽ ഒരു ലൈറ്റും വയ്ക്കാൻ പാടില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശക്തമായ വിധിയുണ്ട്. ഒരാഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഗവൺമെൻറ് ലീഡറെ വിളിച്ചിട്ട് അത് വിലയിരുത്തുന്നുണ്ട് കോടതി. അങ്ങനെയൊക്കെ ചെയ്യുന്ന കർശനമായ നിലപാടെടുക്കുമ്പോൾ നമ്മൾ കോടതിയെ മറികടന്നുകൊണ്ടൊക്കെ പ്രകടനപത്രിക ഇറക്കാൻ പറ്റുമോ? തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ്. ഞാൻ ഈ ഓൾട്ടറേഷൻ ഒന്നും എതിരൊന്നുമല്ല. നാച്ചുറലി വണ്ടിക്ക് മാറ്റം വരാത്ത ഏത് ഓൾട്ടറേഷൻ അനുഭവിച്ചോളാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ വണ്ടിക്ക് ഒരു ഡിസൈനുണ്ട്, ആ ഡിസൈനെ വേർപെടുത്തുക. അതായത് ടയർ, വലിയൊരു ടയർ ഇടുന്നതുകൊണ്ട് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ടയർ പിടിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സാധനം ഇടയിൽ വയ്ക്കുക, ഇത് അപകടത്തിനിടയാക്കും. കാരണം അത് ഊരിപ്പോയാലോ? കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ വളരെ സയൻറ്റിഫിക്കായിട്ട് ഡിസൈൻ ചെയ്തതിനു ശേഷം അത് അപ്രൂവൽ വാങ്ങിയതിനു ശേഷമാണ് അവർ ഫാക്ടറി മാനുഫാക്ചർ ചെയ്യുന്നത്. ആ മാനുഫാക്ചർ ചെയ്യുന്ന ബേസിക് സാധനത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. പിന്നെ വല്ലാത്ത ലൈറ്റുള്ള, വല്ലാത്ത പ്രകാശമുള്ള ലൈറ്റ് വെച്ചാൽ എതിരെ വരുന്നവർക്ക് പുഷ്പമല്ലേ? അപ്പോൾ അത് ആലപ്പുഴയിൽ ഒരു അപകടം ഉണ്ടായിട്ട് 6ഓളം മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചില്ലേ? അത് ലൈറ്റ് കണ്ണിലടിച്ച് പേടിച്ചു പോയതാണ്. കാരണം ലൈറ്റ് വല്ലാതെ കണ്ണിലടിച്ചപ്പോഴത്തേക്കും എവിടുന്ന എന്താണെന്ന് മനസ്സിലാകാതെ കൺഫ്യൂഷനായിട്ടാണ് കുഞ്ഞുങ്ങൾ പോയിട്ട് ഈ ബസ്സിലടിച്ച്. ഇതൊന്നും മറന്നു പോകരുത്. അതുകൊണ്ട് ഫ്രണ്ടിലൊന്നും ലൈറ്റ് വയ്ക്കാൻ ഒരു കാരണവശാലും ഹൈക്കോടതി അനുവദിക്കില്ല. ജഡ്ജ് 2 ആഴ്ച കൂടുമ്പോൾ ഇവരെല്ലാം വിളിച്ചു വരുത്തി ശകാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹം പറയുന്ന കേൾക്കാതിരിക്കാൻ പറ്റൂ? കോടതി പറയുന്നത് കേട്ടേ പറ്റുള്ളൂ. അതൊക്കെ വെറുതെ ഇലക്ഷന് ചുമ്മാ ആളെ പറ്റിക്കാൻ പറ്റും. ഓൾട്ടറേഷൻ ചെയ്യാൻ സമ്മതിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നിയമമല്ലേ പറയാൻ പറ്റും? ഞാൻ അതുകൊണ്ട് നിയമം പാലിക്കും. പക്ഷേ മറ്റേതൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യണം എന്നൊക്കെ. ബൈക്കൊക്കെ എല്ലാം ഓൾട്ടറേഷൻ ചെയ്യുന്നതെന്നല്ല, പക്ഷേ സൗണ്ടൊക്കെ ഡോക്ടേഴ്സൊക്കെ ഭയങ്കര എതിരാണ്, കോടതി ഭയങ്കര എതിരാണ്. ഈ സൗണ്ട് വല്ലാതെ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആ സൗണ്ട് കൂട്ടാൻ വേണ്ടി സ്പീഡ് കൂട്ടുമ്പോൾ അപകടങ്ങളുണ്ടാകും. സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. വണ്ടി യാത്ര ചെയ്യാനുള്ളതാണ്, സർക്കസ് കാണിക്കാനുള്ളതല്ലോ. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഈ മഡ് ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടല്ലോ, മലയിലൊക്കെ ഡ്രൈവിംഗ് ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഞാൻ മന്ത്രിയായിട്ട് വന്ന ഉടനാണ് നമ്മുടെ ബിനു പപ്പു, ഗുരുടൻ പപ്പുവിൻ്റെ മകനൊക്കെ ഉണ്ട്, അവരൊക്കെ ഇതിൻ്റെ ടീമാണ്. കോഴിക്കോട് നിന്ന് ഇവർ വന്ന് അനുവാദം ചോദിച്ചു. അപ്പം തന്നെ ഔദ്യോഗികമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അനുവാദം കൊടുത്ത് നടത്തിക്കോളാം, റോഡിലല്ല. അതിലൊക്കെ ഒരുപാട് ഓൾട്ടറേഷണൽ വണ്ടികളൊക്കെ ഉണ്ട്. അത് പലപ്പോഴും അവർ ലോറിയിലൊക്കെ കൊണ്ടിറക്കുന്നത്. അവർക്ക് നിയമം അറിയാം. പക്ഷെ അവർ ആ എസ്റ്റേറ്റിനകത്ത് ഭയങ്കര റൈഡ് നടത്താറുണ്ട്. അതെല്ലാം ഔദ്യോഗിക അനുവാദം കൊടുത്തവനാണ് ഞാൻ. അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ഔദ്യോഗികമായിട്ട് അപേക്ഷ കൊടുത്ത് അനുവാദം കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇലക്ഷൻ വേണ്ടിയിട്ടുള്ളതാവും. ഇതൊക്കെ ഇലക്ഷൻ ഷണ്ടിൽ KSRTC